ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ഫിലിം നമ്മൾ കാശ് കൊടുത്ത് കണ്ട്, ഒരു 150 റുപ്യ ടിക്കറ്റിന് മുടക്കി കാശ് കൊടുത്ത് കണ്ട്, അവിടെയുള്ള എക്സ്പെൻസ്, ഒരു ഇൻ്റർവെൽ, ഒരു ടീ, ഒരു സ്നാക്സ്, അത് യുവർ ചോയ്സ്. അതുപോലെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന എക്സ്പെൻസ്, ഇപ്പോൾ കാറാണെങ്കിൽ അതിൻ്റെ ഡീസൽ, പെട്രോള്, ബൈക്കാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ്, ഏകദേശം 200-250 രൂപയോളം ചിലവാക്കി ഒരു മലയാളി ഫിലിം കാണുന്നത്. വേണ്ട, ഒരു 150 രൂപ മിനിമം ചിലവാക്കിയാണ് ഒരു ഫിലിം കാണുന്നത്. ഈ ഫിലിം കണ്ടിട്ട് അത് ഇഷ്ടമാണോ ഇഷ്ടമില്ല എന്ന് പറയാനുള്ള അഭിപ്രായം ആരുടെയാണ്? ഈ ഫിലിം എടുത്ത ഡയറക്ടറെയാണോ, അതിൽ അഭിനയിച്ചിട്ടുള്ള ആളുകളുടെ ആണോ, അത് ഫിലിം പ്രൊഡ്യൂസ് ചെയ്ത ആളുടെ ആണോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നലെ ഉണ്ണി വ്ളോഗ്സിലുണ്ടായ ഒരു അനുഭവം, അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. പ്രൊഡ്യൂസർ വിളിച്ചിട്ട് പച്ചത്തേറി, നിങ്ങൾ ആ വീഡിയോ 1 മണിക്കൂറിന് ഡിലീറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂർ കിട്ടും. ഏറ്റവും വലിയ മണ്ടത്തരാണ് 1 മണിക്കൂർ. ആളെ വീഡിയോക്ക് 1 മണിക്കൂറിൽ എത്ര വ്യൂസ് കിട്ടും? 15 ആൾക്കാരിലെത്തും. പിന്നെ ഇത്രയും പ്രശ്നങ്ങളായിരിക്കുകയാണ് ഈ പടത്തിന്റെ കുറെ കാര്യങ്ങളായിട്ട്. ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളും വരെ കുറെ നെഗറ്റീവ് കമന്റ്സും തിരിച്ചു പറഞ്ഞൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പടത്തിന് ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും. ശരിക്കും ഈ പടത്തിന് ആരും റിവ്യൂ ചെയ്തിട്ടില്ല. ആ കൂടി ചെയ്ത് സായി കൃഷ്ണയാണ്. സായി കൃഷ്ണൻ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ വളരെ പോസിറ്റീവ് പറഞ്ഞ സമയത്താണ് നമ്മൾ ഈ പടത്തിന് പോകുന്നത്. കാരണം പടം ഒരു കുഴപ്പമില്ല എന്നുള്ളൊരു നല്ല പോസിറ്റീവ് അഭിപ്രായം ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല അങ്ങനെ. പക്ഷെ ഇയാള് റിവ്യൂ പറഞ്ഞ സമയത്ത് അപ്പം എന്തായാലും കാണും, നമ്മുടെ ഫണ്ണല്ലേ, ഡബിൾ മീനിങ് ഇല്ലാണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞ ആള് വളരെ സിമ്പിളായിട്ട് പറഞ്ഞ ആള് നല്ല രീതിയിൽ പടത്തിന്റെ ഡീറ്റെയിൽ ഒക്കെ വെച്ച് പറയാമല്ലോ. പക്ഷെ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ അവസാനിച്ചു. പക്ഷെ ആള് പറഞ്ഞപ്പോൾ നമ്മൾ ഒന്നുകൂടി പോസിറ്റീവായിട്ടാണ് ഞാൻ പടത്തിന് കയറുന്നത്. എന്തായാലും പടം കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നുണ്ട്. പിന്നെ ഇവർ ഫ്രണ്ട്സൊക്കെയാണെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെ കുറെ കണക്ഷനുള്ള കുറെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. ഇത്രമാത്രം സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഈ സായിയുടെ അടിയിലുള്ള കമന്റ്സുകൾ കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം ഭയങ്കര മോശം കമന്റ്സുകളാണ് വന്നിട്ടുള്ളത്. അത് വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഇരുന്ന് വായിച്ചിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. അത് ഞാനത് നോക്കി. കാരണം ആൾക്കാരുടെ റെസ്പോൺസ് നമുക്ക് അറിയണമല്ലോ. നമുക്ക് മാത്രമാണ് അങ്ങനെ തോന്നുന്നത്. എല്ലാവർക്കും ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന പടം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഉണ്ണി വ്ളോഗ്സിനുണ്ടായ അനുഭവം വളരെ മോശമായ ഒരു അനുഭവമാണ്. നമ്മൾ കാശ് കൊടുത്ത് പടം കാണുന്ന സമയത്ത് നമുക്കത് കുറിച്ച് പറയാനുള്ള അവകാശമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാടാണ്. ഇന്നലെ പടത്തിന്റെ പ്രൊഡ്യൂസർ അബ്രഹാം മാത്യു വിളിച്ചിട്ട് അവിടെ സംസാരിച്ച രീതി പച്ചത്തെറിയാണ് ആദ്യം പറഞ്ഞത്. 1 മണിക്കൂർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. മാന്യമായിട്ട് സംസാരിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തത്. ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ല, പിന്നിട്ട വീഡിയോ ആണ് കണ്ടത്. ഞാൻ ഇയാളുടെ സംസാരിക്കുന്ന വീഡിയോ ആണ് കണ്ടത്. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യേണ്ട കാര്യം ആണല്ലോ. ആ വീഡിയോ അവിടെ കണ്ടത്. പക്ഷെ ഈ വീഡിയോ ഗംഭീരായി. പക്ഷെ ഇത് ജനങ്ങള് തിരിച്ചറിയണം. ഇവിടുത്തെ മീഡിയാസും പിന്നെ നമ്മൾ അന്തിച്ചർച്ച ചെയ്യുന്ന കുറെ ചാനൽസൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ അറിയണം ഇത് എന്താണിത്. കാശ് കൊടുത്ത് കാണുന്ന വ്യക്തിക്ക് അവനത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഈ പടം നല്ല പടമാണെങ്കിൽ നല്ല പടം എന്ന് പറയും. ഇവരൊക്കെ നല്ല പടം, പോസിറ്റീവ് പടങ്ങളൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഓണത്തിനാണെങ്കിൽ നല്ല പടങ്ങൾ പറഞ്ഞിട്ടില്ലേ. അവരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് അവർ പറയുന്നത്. ഉണ്ണി വ്ളോഗ്സ് എന്ന് പറയുന്നത് എന്റെ മാത്രം അഭിപ്രായമാണ്, നിങ്ങൾക്ക് ഇത് അവരുടെ അഭിപ്രായം. ഇനി പടം ഒരാൾ മോശം പടം എന്ന് വെച്ചാൽ പടം വിജയിക്കാതെ പോകുന്നത്. അങ്ങനെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് മശ്ശന്ത് കോക്ക്. ഞാള് പറഞ്ഞ 2-3 പടങ്ങളുണ്ട്. ഒന്ന് ഭീഷ്മപർവം, ഹൃദയ, രണ്ടും ഇൻഡസ്ട്രി ഹിറ്റായ പടങ്ങളാണ്. അപ്പൊ അതിലൊന്നും കാര്യമില്ല. നല്ല പടമാണെങ്കിൽ ജനങ്ങൾ കണ്ടത് ഏറ്റെടുത്ത് ചെയ്യും. അപ്പൊ ആ ഒരു ഇതിൽ അർത്ഥമൊന്നുമില്ല. പിന്നെ ഉണ്ണിയുടെ ഒരു പേഷ്യൻസിന് ഞാൻ സമ്മതിച്ചു. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രതികരിച്ചു പോവും. അവരത്ര മോശമായിട്ടാ സംസാരിക്കുന്നത്. ആളെന്തു ആയിക്കോട്ടെ, കയ്യിൽ കാശുണ്ടായിരിക്കും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ പറയുന്ന രീതി ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടാണ് ആള് സംസാരിച്ചത്. ആ പേഷ്യൻസിലിരുന്ന് ആള് വീഡിയോ ഡിലീറ്റ് ചെയ്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് പേടിയുണ്ട്. കയ്യിൽ കാശുള്ളവർ, കയ്യൊക്കെ ഉള്ളവർ എന്തു ചെയ്യുന്നുള്ള പേടി നല്ല രീതിയിലുണ്ട്. ആളെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി ആളവരെ പടം കാണുന്നില്ലെന്നും പറയുന്നുണ്ട്. അബ്ബാം ഫിലിംസ് എന്താ അപ്പൊ ഇവരുടെ പടങ്ങൾ, മുമ്പത്തെ പടങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഈ പടത്തിന് ആള് ഭയങ്കര ഹൈ പ്രതീക്ഷിച്ചിരുന്നത് കൊണ്ട് കോടികൾ മുടക്കിയെന്നൊക്കെ ആളെ വിഷമൊക്കെ പറഞ്ഞു. നമ്മൾ അംഗീകരിക്കുന്നു, പ്രൊഡ്യൂസറുടെ വിഷമമാണ്. പക്ഷെ ജനങ്ങളാണ് പടത്ത് കണ്ട് ജയിക്കും. നല്ലതാണോ പൊട്ടയാണെന്ന് പറഞ്ഞിട്ടാണ് തീരുമാനം. നമ്മൾ നല്ല പടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് തരുന്നുണ്ടോ? പൊട്ട പടം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരുന്നുണ്ട്? രണ്ടും നമ്മൾ തന്നെയല്ല എൻജോയ് ചെയ്യുന്നത്. പൈസ ഇപ്പൊ നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളതിന് പടം കാണുന്നത്. അപ്പൊ അതിൽ അർത്ഥം എന്നൊന്നും എനിക്ക് തോന്നിട്ടില്ല. പിന്നെ പല റിവ്യൂവേഴ്സും സത്യം പറഞ്ഞ് ഈ പടം റിവ്യൂ ചെയ്യാതിരുന്ന് പേടിച്ചിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി അശ്വന്ത് കോക്ക് ഈ പടത്തിൽ നല്ല രീതിയിൽ ഊക്കുന്നുണ്ട്. പക്ഷെ ആളൊന്നും ഇതിനെ കുറിച്ച് പ്രതികരിച്ചില്ല. ഒരു പക്ഷെ ഭീഷണിയൊക്കെ പേടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ആൾക്ക് ഈ പടം കാണാൻ താല്പര്യമുണ്ടോ? ഒരു കാര്യം ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ പലരും ആൾക്കാർ ഇപ്പോൾ ഷംസം ഇന്നലെ ദുബായിൽ റിലീസ് കൊണ്ട് അവിടെ കണ്ട ആള് എല്ലാവരും വിളിച്ച് പടം കാണണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അടിയിലൊക്കെ തെറിവിലേക്ക് കടന്ന് പറഞ്ഞു. അപ്പൊ ആളെ റിവ്യൂ ഞാൻ കണ്ടിരുന്നു.
അപ്പൊ ആള് കണ്ടിട്ട് ആള് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനത്തെ സ്പൂഫ് സാധനം ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആളെ അഭിപ്രായം അവിടെ പറഞ്ഞു. അശ്വന്ത് ഗോക്കിന് ചിലപ്പോൾ ഈ പടം കാണാൻ താല്പര്യം ഉണ്ടാവില്ല, ഉണ്ണി വ്ളോഗ്സിനായാലും. ഇപ്പൊ ആള് ഇന്നലെ പറഞ്ഞ സമയത്ത് ഈ പ്രഷർ കാരണം പല രീതിയിൽ പടത്തിന്റെ അഭിപ്രായം കിട്ടില്ല എന്നുള്ള പ്രഷർ കാരണം കണ്ടതായിരിക്കും. കാരണം അവിടെ ഒരുപാട് പേര് കമന്റ് ചെയ്യുമ്പോൾ ആള് പോയി കണ്ടതായിരിക്കും. കാരണം ഇയാളുടെ പടം ഒമ്പറിന്റെ പടം കാണാൻ ഇവർക്ക് താല്പര്യമില്ല, അതൊരു കേസ്. പിന്നെ ഇവരൊക്കെ പേടിച്ചിട്ടായിരിക്കാം. ഇന്നലെ 6ാമത്തെ ദിവസമാണടാ നീ പടം ചെയ്തിട്ട് എന്റെ അഭിപ്രായം പറയുന്നത് 1 മണിക്കൂറിനുള്ള ഡിലീറ്റ് ചെയ്ത് കളയണമെന്നാണ് ആള് പറഞ്ഞത്. രണ്ട് നല്ല തേറി. അതൊക്കെ തിരിച്ച് പ്രതികരിക്കേണ്ട കാര്യമാണ്. പോലീസ് കേസ് തന്നെ ആക്കണം. എൻ്റെ വീഡിയോ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആളിലുള്ളതാണ്, സോറി വോയിസ് റെക്കോർഡൊക്കെ ആളിലുള്ളതാണ്. പിന്നെ നമുക്ക് കാശ് കൊടുത്ത് ടിക്കറ്റ് എടുക്കുന്നതിന് എന്തായാലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, അതിന് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പടത്തിന് ഇവർ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, പെയ്ഡ് പ്രൊമോഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, നോ ഡൗട്ട്. ടിക്കറ്റ് ഫ്രീ വരെ കൊടുത്തിട്ടുണ്ട് പല ഷോകൾക്ക് തൃശ്ശൂരൊക്കെ, പല സ്ഥലങ്ങളിൽ. അപ്പൊ അതൊക്കെ ഇവര് പടത്തിന് ആളെ കയറ്റിയിട്ടൊക്കെ കുറച്ച് ആളുകൾ ക്രൗഡ് കാണിക്കാൻ വേണ്ടിയൊക്കെയാണ്. ഞാൻ കാണുന്ന സമയത്ത് രാഗം എന്ന തിയേറ്ററിൽ മാറ്റിനിക്ക് 50 ശതമാനം ആളുണ്ടായിരുന്നില്ല. എൻ്റെ ഒപ്പം ഇരുന്ന നമ്മുടെ നാട്ടുകാരനെ ഒരു കൂട്ടുകാരോട് ഇത് ഇന്റർവ്യൂ ചെയ്ത് വെണീറ്റ് പോയ അനുഭവം ഉണ്ടായത്. അപ്പോൾ അതങ്ങനത്തെ പല അനുഭവം പലർക്കും ഉണ്ടായിട്ട്, ചിലർ പടത്തിന് ചിരിച്ചിട്ടുണ്ട്. എനിക്ക് അത്ര മോശം അനുഭവം എന്നല്ല ഞാൻ പറഞ്ഞു. കുറേ ഭാഗങ്ങൾ എനിക്ക് വർക്കൗട്ട് ആയി. പക്ഷെ ടോട്ടലി നമ്മൾ പടത്തിന് കുറേ കാര്യങ്ങളുണ്ട്, കണ്ടിറങ്ങുന്ന സമയത്ത് ഒരു ഫീല് അതുണ്ടായിരുന്നില്ല. കുറെ കാസ്റ്റിംഗ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടൊന്നും കാര്യമില്ല, അല്ലെങ്കിൽ വേറെ രീതിയിലാണ് ആ രീതിയിലാണ് എടുക്കണം. അപ്പൊ അതൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല. അപ്പൊ അതിലൊന്നും അർത്ഥമില്ല. പിന്നെ സായി പോസിറ്റീവ് റിവ്യൂ കൂടി പോസിറ്റീവ് റിവ്യൂ പോസ്റ്റ് ചെയ്ത് കണ്ട സായിയാണ്. അപ്പൊ എന്തായാലും അത് ആള് പറഞ്ഞ കാര്യങ്ങളും അതിന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ആൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു റിലേഷന്റെ പുറത്ത് ആള് പോസിറ്റീവായിട്ട് പറഞ്ഞതായിരിക്കും. പിന്നെ മറ്റു പലരൊന്നും ചെയ്തിട്ടില്ല. മെയിനായിട്ട് ഇപ്പോൾ കിഴി, അതുപോലെ തന്നെ FRK കുറെ ടീമുകൾ ചെയ്യാത്തുണ്ട് ഇതിന്റെ മറ്റേ റിവ്യൂസൊക്കെ. ഈ പടത്തിന്റെ റിവ്യൂസ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. കാരണം പേടിച്ചിട്ടായിരിക്കാം. ഇതൊക്കെ ഭീഷണിയും കേട്ടിട്ട് ചിലപ്പോൾ ഒരുപാട് വീട് ഫാമിലിക്കുള്ള ആളുകളായിരിക്കുമല്ലോ. അവന് ഈ പടത്തിൽ അഭിനയിച്ച ആറാട്ടെണ്ണം പറഞ്ഞൊക്കെ അവള് കണ്ടിരുന്നു. കോമഡിയാണ് ആറാട്ടെണ്ണം പറഞ്ഞത്. നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പടം പോരാ. ഞാൻ അഭിനയിച്ച പടമാണ്, പക്ഷെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇതാണ് മാർക്കറ്റിങ്. ഞാൻ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റാ അതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഇവർ കാണിച്ചു വീട്ടിൽ. ഇപ്പൊ ലാസ്റ്റ് 3 days മുമ്പേ നമ്മുടെ ചുവന്നവണ്ണുള്ള ചേട്ടൻ, പൂബിയ എനിവേ ചുവന്നവണ്ണുള്ള ചേട്ടൻ ആൾക്കറിയാം, നമ്മളെ വലിയൊരു ഇൻഫ്ലുവൻസറാണ്, തൃശ്ശൂർക്കാരനാണ്. അപ്പൊ ആള് ഈ പടത്തിനെ കുറിച്ച് വന്ന് പറയണ്ടേ, പടം കാണാൻ കുറച്ച് ലേറ്റായി. എൻ്റെ അഭിപ്രായം അതുകൊണ്ട് ഞാൻ ഇപ്പോഴാണ് പറയുന്നത്. എനിക്ക് പടം ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അപ്പൊ പറയുന്നത് കേട്ടാൽ തന്നെ അറിയാം. ഈ ജോബി ചോന്ന് പറഞ്ഞ എല്ലാ സംഭവം എടുത്ത് ചെയ്യുന്ന ആളാണ്. ആള് കേൾക്കാൻ ആൾക്കാരുണ്ട്, ആള് ഇൻഫ്ലുവൻസറാണ്. അത് ആള് ഓൾറെഡി സ്വാധീനിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഇടയിൽ. അപ്പൊ ആള് പറയും കേൾക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം ഇവർ നല്ല രീതിയിൽ പെയ്ഡ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പെയ്ഡ് പ്രൊമോഷൻ ആണെന്നല്ല പറയുന്നത്, പക്ഷെ എനിക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിയ രീതിയിൽ തോന്നിയതാണ്. എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. ആള് 2 ദിവസം മുമ്പാണ് ഇത് വന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പടമായിട്ട് വിവാദങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നല്ല പടമാണെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കും. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, നമുക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. യോമറൻ നല്ല പടം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ പടം, മറ്റു പല പടങ്ങളൊക്കെ എവറേജ് അബവ് ഉണ്ട്, എവറേജ് ഉണ്ട്, കാണാനുണ്ട്, ചെറിയ പടമാണ്, ആ രീതിയിൽ കണ്ടിരിക്കാനുള്ള സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവര് ഓവർ ഹൈപ്പും കൊടുത്ത് ഞങ്ങൾ ചെയ്തകം എല്ലാ നടന്മാരും പറഞ്ഞ സംഭവം ശരിക്കും ജനങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തതിൽ ഏറ്റവും നല്ല ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ അവർ ചെയ്തതിൽ ഏറ്റവും പൊട്ട ക്യാരക്ടറാണ് ഈ പടത്തിൽ ചെയ്തത്. ഒമർ ലുലുവിന്റെ ഏറ്റവും മോശം പടമാണിത്. അപ്പൊ എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയുള്ള അങ്ങനെയാണ്. അപ്പോൾ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഒരു ഫിലിം വിജയിക്കണമെന്ന്. നമ്മൾ എത്ര സൂപ്പർ സ്റ്റാറുകളുടെ പടം പൊട്ടുന്നുണ്ട്, എത്ര പടങ്ങൾ ബിഗ് ബഡ്ജറ്റിൽ വന്ന പടങ്ങൾ പൊട്ടിപ്പോകുന്നുണ്ട്, അതിന്റെ പ്രൊഡ്യൂസറൊക്കെ തെറി വിളിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പടം നല്ലതാണെങ്കിൽ നിങ്ങൾ നല്ല പടം എടുക്കൂ, നമ്മൾ കാണും, നമ്മൾ നല്ല അഭിപ്രായങ്ങൾ പറയാം. ആരായാലും ഉണ്ണി വ്ളോഗ്സിന്റെ അനുഭവം മറ്റു പലർക്കും വരാം. അപ്പൊ അത് ജനങ്ങൾ പേടിച്ചിട്ടായിരിക്കും പലരും വ്ളോഗ് ചെയ്യാതിരുന്നതിന്റെ റിവ്യൂ ചെയ്യാതിരുന്നത് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിലൊന്നും അർത്ഥമില്ല. ഇത് ഭീഷണിയൊന്നും മുറക്കിയിട്ട് ആരും മിണ്ടാതിരിക്കൊന്നുമില്ല, പറയുന്ന ആളുകൾ പറയും. അപ്പോൾ അത് ചെയ്യുന്ന നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ നിങ്ങളുടെ ക്വാളിറ്റിയാണ് അതിൽ നഷ്ടപ്പെടുന്നത്. ഈ പടത്തിന്റെ ക്വാളിറ്റി മാത്രമല്ല, ഈ പേര് പോലെ തന്നെ ബാഡ് ബോയ്സിന്റെ പേര് പോലെ തന്നെ ഇതിൽ വർക്ക് ചെയ്ത ഫുൾ ക്രൂ വിത്ത് നിങ്ങളാണ് അതിൽ മോശമാവുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾ കോടികൾ മുടക്കിയിട്ടുണ്ട്, നിങ്ങളുടെ എഫേർട്ട് എല്ലാം ഉണ്ട്, ഒരുപാട് പേര് എഫേർട്ട് ഉണ്ട് സിനിമയിൽ. പക്ഷെ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാ പടങ്ങളും വിജയിക്കണമല്ലോ. അപ്പം അതിലർത്ഥമില്ല. നല്ല പടങ്ങൾ വിജയിക്കും, ഇൻഡസ്ട്രി അറിയുന്ന ആദ്യമായിട്ടൊന്നും നല്ല ഫിലിം പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞത് ചെയ്ത് ഭയങ്കര മോശമായി പോയി. പ്രത്യേകിച്ച് അയാളെ തെറി വിളിച്ചൊക്കെ ആള് ഒരു മാനായതുകൊണ്ടൊക്കെ ഇട്ടിരുന്നു. വേറെ വല്ലവരാണെങ്കിൽ തിരിച്ചായിട്ട് പൊങ്കാലിടായിരുന്നു. പിന്നെ അത് വേറെ വിഷയത്തിലേക്ക് മാറും.
നമുക്കറിയാം ഉണ്ണി മുകുന്ദൻ സായി വിഷയങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയണതാണ്. അപ്പം അതുപോലെ തന്നെ ഇതൊക്കെ ഒരു വലിയ വിഷയമായിട്ട് പിന്നെ മാറും. അപ്പോൾ നല്ല പടങ്ങൾ ജനങ്ങൾ സ്വീകരിക്കും. നിങ്ങൾ നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. പടങ്ങളല്ല പടങ്ങൾ. അതുപോലെ ഒമർലുവിൽ നല്ല പടങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ പടം ഇന്നത്തെ മുതൽ തൃശ്ശൂർ 4 ഷോയേ ഉള്ളൂ. ശോഭയിൽ 2 ഷോയും രാംദാസ് 2 ഷോ ഉള്ളൂ. മൊത്തം തിയേറ്ററുകളുടെ എണ്ണം കുറഞ്ഞു. രാഘവയുടെ തിയേറ്ററുകളൊക്കെ ഒരു 3-4 ദിവസം പടം എടുത്ത് കളയണം ആളില്ലാണ്ട്. അപ്പോൾ അത് അത്രേ ഉള്ളൂ. ഒരുവിധം ഒരു ആവറേജ് പടമായാലും രാഗത്തിൽ കാണാൻ ആൾക്കാരുള്ള. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നല്ല പടങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഇത് കണ്ട് നമുക്ക് പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ മോശക്കാരനായി പോവില്ലേ. നമ്മൾ ഈ പ്രത്യേകിച്ച് നമ്മൾ ആരാധിക്കുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പോൾ വളരെ മോശമായിപ്പോയി. ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ചേട്ടാ. നിങ്ങളുടെ മാനസിക വികാരം അത് ആ സമയത്തിൻ്റെ ആണോന്ന് അറിയില്ല. ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്പാനെ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്, പ്ലീസ് സപ്പോർട്ട്. ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് നല്ല പടങ്ങൾ ഇനി ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾക്ക് പറ്റും. നിങ്ങൾ നല്ല പടങ്ങൾ ചെയ്യട്ടെ, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങൾ കരിയറിൽ വലിയ ആളായി തീരട്ടെ, വലിയ ഗ്രോത്ത് ഉണ്ടാവട്ടെ. ഓക്കെ, ബൈ. മുകേഷ്.